നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 711th day. Today 30th sloka of Prathama Skandha 6th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 711 ദിവസം. പ്രഥമ സ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 30ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 30ാമത്തെ ശ്ലോകം. കൽപ്പാന്ത ഇദമാദായ ശയാനേംബസ്യുനതന്വധ ശിശൈശോരനുപ്രാണം വിവിശേന്ദരഹം വിഭോ. ഓം തത്സത്. കൽപ്പാന്തേ ഇദമാദായ ശയാനേംബസ്യുതന്വധ ശിശൈശോരനുപ്രാണം വിവിശേന്ദരഹം വിഭോ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് കൽപ്പാന്തേ ഇദം ആദായ ശയാനേ അംബസു ഉദന്വത അംബസി ഉദന്വത ശിശയിഷോ അനുപ്രാണം വിവിശേ അന്ത അഹം വിഭു. അന്ത അഹം വിഭു. അതായത് കൽപ്പാന്തേ കൽപ്പാവസാനത്തിൽ ഇതം ഇതിനെ ആദായ ആദാനം ചെയ്തിട്ട് ഉദന്വത സമുദ്രത്തിൻ്റെ അംബസി ജലത്തിൽ ശയാനേ ശയിച്ചിരിക്കുന്നവനിൽ ശിശയിഷോ ശയിപ്പാൻ ആഗ്രഹിക്കുന്ന വിഭോ ബ്രഹ്മാവിൻ്റെ അനുപ്രാണം പ്രാണനോടുകൂടെ അന്ത ഉള്ളിൽ അഹം ഞാൻ പ്രവേശിച്ചു. ഇങ്ങനെയാണ് ഈ പദങ്ങളുടെ അർത്ഥം. അതായത് കൽപ്പാവസാന കാലത്തിൽ ആ സമുദ്രത്തിൽ ശയനം ചെയ്യുന്ന ഭഗവാന്റെ ഉള്ളിൽ ശയിക്കുന്ന ആ ഭഗവാന്റെ ഉള്ളിൽ ശയിപ്പാൻ ആഗ്രഹിച്ചിട്ട് ബ്രഹ്മാവ് വിഭോ ബ്രഹ്മാവിൻ്റെ ആഗ്രഹിക്കുന്ന ആ ബ്രഹ്മാവിൻ്റെ, അതായത് കൽപ്പാന്ത കാലത്തിൽ ബ്രഹ്മാവ് സത്യലോകത്തിൽ നിന്നും ഇറങ്ങി വന്ന് ആ സമുദ്രത്തിൽ ശയിച്ചിരിക്കുന്ന ഭഗവാന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നു, ഭഗവാനോട് ചേരുന്നു. അങ്ങനെയുള്ള ആ ബ്രഹ്മാവിൻ്റെ പ്രാണനോട് കൂടിയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതായത് ഈ ശിശുവായിട്ടിരിക്കുന്ന ശരീരം ഉപേക്ഷിച്ച നാരദരുടെ പൂർവ്വജന്മത്തിലെ ആ ആത്മാവ് ആ സൂക്ഷ്മ ശരീരം പ്രാണനോടുകൂടി ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത ജന്മത്തിൽ നീ എൻ്റെ പാർഷദനായി ഭവിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ടുള്ള ആ കഴിവ് കൊണ്ട് ആ പ്രാണൻ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. ശ്വാസത്തോടുകൂടി ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. ബ്രഹ്മാവിനെയാണ് ഇപ്രകാരം വർണ്ണിക്കുന്നത്. അതായത് കൽപ്പാന്തകാലത്തിൽ പ്രളയത്തോടുകൂടി 3 ലോകങ്ങളെയും സംഹരിച്ച് കൽപ്പാന്തകാലത്തിൽ ഈ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവാണ്. അങ്ങനെ സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവ് കൽപ്പാന്തകാലത്തിൽ എല്ലാ ലോകത്തെയും സംഹരിച്ച് ആ സമുദ്രത്തിൽ പ്രളയജലത്തിൽ ശയിക്കുന്ന ആ പരമാത്മാവായിട്ടുള്ള ആ ഭഗവാനിൽ ലയിക്കുവാൻ സ്വയം പോയി ലയിക്കും. അങ്ങനെ ലയിക്കുന്ന ആ ബ്രഹ്മാവിൻ്റെ
പ്രാണനോടുകൂടി ഞാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടാണ് നാരദർ ജനിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മാവിൻ്റെ പ്രാണനിലൂടെ ഉള്ളിൽ പ്രവേശിച്ചു എന്ന് പറയുന്നത്. വിവേശേ അന്തർ അഹം വിഭോ ഭഗവാനിൽ, അതായത് ബ്രഹ്മാവിൻ്റെ വിവേശേ പ്രവേശിച്ചു, അന്തർ അഹം ഉള്ളിൽ, അഹം ഞാൻ. ഇങ്ങനെയാണ് ആ ഒടുവിലത്തെ വാക്യാർത്ഥം. അങ്ങനെയുള്ള ആ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ ഞാൻ പ്രവേശിച്ചു എന്ന് നാരദർ വ്യാസർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. കൽപ്പാന്തേ ഇദമാദായ ശയാനേ ബസ്യുധന്വത ശിശൈശോരനുപ്രാണം വിവിശേന്ദരഹം വിഭോ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ ഭഗവാനേ നമ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സംരക്ഷണം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.